നമസ്കാരം. മഹാഭാരതത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനിയും ശേഷിക്കുന്നത് കേവലം 8 ദിവസങ്ങൾ മാത്രമാണ്. ഈ മാസം 19-ന് 7 ഘട്ടമായി നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം ഈ മാസം 19-നാണ്. 102 ലോക്സഭാ മണ്ഡലങ്ങൾ, സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള 102 മണ്ഡലങ്ങൾ ഈ മാസം 19-ന് വിധി എഴുതി തുടങ്ങുന്നതോടുകൂടി 18-ാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പിന് തുടക്കമാകും. ആദ്യഘട്ടം 19-നാണ്. പിന്നീട് ഏപ്രിൽ മാസം 26-ന് രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം മെയ് മാസം 7, നാലാം ഘട്ട വോട്ടെടുപ്പ് മെയ് മാസം 13-ന്, പിന്നീട് അഞ്ചാം ഘട്ടം മെയ് 20-നും, ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് 25-നും, പിന്നീട് ജൂൺ മാസം 1-ാം തീയതി അവസാന ഘട്ട വോട്ടെടുപ്പും നടക്കും. അങ്ങനെ ജനാധിപത്യത്തിന്റെ ആ മഹോത്സവം 7 ഘട്ടങ്ങളായാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ രാഷ്ട്രം അതിൻ്റെ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുവാനുള്ള തിരക്കിലാണ്. എന്തായാലും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഏപ്രിൽ 26-ന് നടക്കുന്ന രണ്ടാം ഘട്ട ഫേസിലാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഒറ്റഘട്ടമായി വിധിയെഴുതുന്നത്. എന്തായാലും കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പ് ചൂട് എല്ലാ അർത്ഥത്തിലും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു. ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ മഹാഭാരതം ആരംഭിക്കാം. ഈ മാസം 15-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തലസ്ഥാനത്തേക്ക് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം അടുത്ത കാലത്ത്, സമീപകാലത്ത് അദ്ദേഹം പത്തനംതിട്ടയിലും പാലക്കാടും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയിരുന്നു. ഇതിപ്പോൾ കേരളത്തിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന് നടക്കുമ്പോൾ ആ ഫേസിൽ കേരളം വിധി എഴുതാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കയറുന്ന ഘട്ടത്തിലാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഒരിക്കൽ കൂടി തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാനത്തേക്കുള്ള അടുത്ത വരവ്. ഈ മാസം 15-ന് രാവിലെ 11:30-ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും. തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും NDA സ്ഥാനാർത്ഥികളായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇത് കേരളത്തിന് മുഴുവനും ഗുണപ്പെടുന്ന പരിപാടിയാണ്. NDA BJP നേതാക്കളും പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും പൊതുസമ്മേളനത്തിന്റെ ഭാഗമാകും. പഴുതടച്ച സുരക്ഷയും പ്രധാനമന്ത്രിയുടെ വരവിനെ തുടർന്ന് തലസ്ഥാനത്തുണ്ടാകും. ജനം, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള സിക്കിം. നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനമാണ്. അതിനാൽ കേവലം 32 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ സിക്കിമിലുള്ളൂ. സിക്കിമിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടെ BJP കരുത്താർജിക്കുന്നു എന്നുള്ളതാണ്. സിക്കിമിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുവരെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ഫൈറ്റ് പ്രാദേശിക കക്ഷികൾ തമ്മിലാണ്. പ്രത്യേകിച്ച് 1994 മുതൽ 2019 വരെ അവിടെ 24 വർഷം അധികാരത്തിലിരുന്നത് പവൻകുമാർ ചാംലിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രേം സിംഗ് തമാങ്, ഇപ്പോഴത്തെ സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിൽ സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന മറ്റൊരു പ്രാദേശിക കക്ഷി അവിടെ ഭരണത്തിലേറുന്നു. അങ്ങനെ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള ഒരു ബലാബലം, ഒരു പോരാട്ടമാണ് സിക്കിമിൽ ഇതുവരെ കണ്ടതെങ്കിൽ ഈ തവണ ദേശീയ കക്ഷിയായ BJP അവിടെ കരുത്താർജിക്കുന്ന ഒരു സാഹചര്യം സിക്കിമിന്റെ മണ്ണിലുണ്ടാകുന്നു. നിലവിൽ സിക്കിമിൽ അധികാരത്തിലിരിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ സർക്കാർ തന്നെയാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമാണ് സിക്കിം ക്രാന്തികാരി മോർച്ചയും BJP എങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 കക്ഷികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ച് ആരാണ് പ്രധാനപ്പെട്ട ശക്തി എന്ന ഒരു വലിയ വെല്ലുവിളി ഒരു മുന്നണിക്കകത്ത് തന്നെ നിന്ന് രണ്ടായി മത്സരിക്കുകയാണ്. അങ്ങനെയുള്ള സിക്കിമിൽ ഇന്നിപ്പോൾ BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സിക്കിമിൽ ഒറ്റയ്ക്ക് ഭരണം ലഭിച്ചാൽ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റും എന്ന പ്രഖ്യാപനത്തോടെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ഇവയാണ്: റോഡ്, റെയിൽ, എയർപോർട്ട് തുടങ്ങിയവയുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതി, കിസാൻ സമ്മാൻ നിധി 6000 രൂപയിൽ നിന്നും 9000 ഉയർത്തും,
വരുന്ന 5 വർഷത്തിനിടയിൽ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമായി 25,000 തൊഴിലവസരങ്ങൾ. സ്ത്രീകൾ നടത്തുന്ന അമ്മ കമ്മ്യൂണിറ്റി ക്യാൻറ്റീൻ വഴി കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. സിക്കിം നിലവിൽ ഭരിക്കുന്നത് സിക്കിം ക്രാന്തികാരി മോർച്ച BJP സഖ്യമാണ്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് നയിക്കുന്ന ക്രാന്തികാരി മോർച്ചയ്ക്ക് 19ഉം BJPക്ക് 8ഉം MLA-മാരുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് സിക്കിമിൽ മത്സരം സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും മറ്റ് പ്രാദേശിക കക്ഷികളും തമ്മിലായിരുന്നുവെങ്കിൽ ഇക്കുറി ദേശീയ കക്ഷിയായ BJPയുടെ സാന്നിധ്യമാണ് ശ്രദ്ധേയമാകുന്നത്. രാജ്യത്ത് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമായ സിക്കിമിൽ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 32. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം. ഏപ്രിൽ 19-നാണ് ഇവിടെ വോട്ടെടുപ്പ്. ജനം, ഡൽഹി. സിക്കിമിൽ നിന്നും വീണ്ടും നമുക്ക് തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് എത്താം. രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ കടുത്ത മത്സരം BJPക്കും കോൺഗ്രസിനും ഇടയിൽ നടക്കുന്നു. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി കടുപ്പിക്കും എന്ന സന്ദേശം നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രൈസ്തവർക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന തരൂരിന്റെ വ്യാജ ആരോപണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. സത്യസന്ധമായ വിവരങ്ങളാണ് പ്രകടന പത്രികയിൽ താൻ നൽകിയതെന്നും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കി. ക്രിസ്തീയ വിശ്വാസികൾക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന ആരോപണം ശശി തരൂർ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം. അല്ലാത്തപക്ഷം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിന് രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. അല്ലെങ്കിൽ ആരോപണം തെളിയിക്കാനുള്ള ആർജവം ശശി തരൂർ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിങ്ങനെ കോൺഗ്രസും അവരുടെ പണിയല്ലേ. ഇവിടെ സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യും, വേറെ നരേന്ദ്രമോദിജിനെ, രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യും. അവർക്ക് ഇന്ന് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല, ഒറ്റ ഒരു പ്രൊപ്പോസിഷൻ ഇല്ല. അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വിവരങ്ങൾ സത്യസന്ധമാണ്. കോവിഡ് കാലത്ത് നൽകിയ ടാക്സ് ചൂണ്ടിക്കാട്ടിയാണ് അടുത്ത ആരോപണങ്ങൾ. കറപുരളാത്ത പൊതുപ്രവർത്തനമാണ് തന്റേതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xൽ കുറിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസനം ചർച്ചയാകാതിരിക്കുന്നതിനാണ് ഇത്തരം വ്യക്തിപരമായ വ്യാജ പ്രചാരണങ്ങൾ ഇടതു വലതു മുന്നണികൾ നടത്തുന്നതെന്ന് വ്യക്തമാണ്. ജനം, പരാജയം ഉറപ്പായ സാഹചര്യത്തിലാണ് ശശി തരൂർ ഇത്തരം പ്രചരണങ്ങൾ BJPക്കെതിരെ നടത്തുന്നത് എന്നതാണ് BJP ക്യാമ്പുകൾ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന സന്ദേശം തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകുന്നു. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന സെഗ്മെന്റിലേക്കാണ് ഇനിയും നമ്മൾ പോകുന്നത്. ആലപ്പുഴ, നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. അവിടെ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കിയത് തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയും കേരളത്തിലെ തീപ്പൊരി നേതാവുമായ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം തന്നെയാണ്. ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കർഷകരുമൊക്കെ അടങ്ങുന്ന അടിസ്ഥാന വർഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതിനാൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തെ സാധാരണക്കാരന്, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതിക്കായി ഈ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കഴിഞ്ഞ 1 മാസത്തെ പ്രചരണം കൊണ്ട് തനിക്ക് പ്രചരണ രംഗത്ത് വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നല്ല പഠിപ്പാണ്. അപ്പോൾ അയാളെ കൊണ്ട് ഇതിന് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അത് ഇന്ന് തന്നെ രാത്രി. മാർച്ച് 7 മുതൽ ആലപ്പുഴയിലുണ്ട് ശോഭാ സുരേന്ദ്രൻ. പ്രചാരണം 1 മാസം പിന്നിടുമ്പോൾ ഇടതു വലത് മുന്നണികളെ ആശങ്കയിലാക്കി ആലപ്പുഴയിലെ രാഷ്ട്രീയ അന്തരീക്ഷം NDAക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ പ്ലസ് പോയിന്റ്. പോകുന്നയിടങ്ങളിലെല്ലാം അത് അർത്ഥവത്താക്കുന്നു ജനക്കൂട്ടം.
ജില്ലയിലുടനീളം 2 ഘട്ടം പ്രചാരണം കഴിഞ്ഞു. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം മുതൽ ജില്ലയിലെ മത്സ്യമേഖലയും കയറുമേഖലയും തീരദേശവാസികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വരെ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിയാണ് പ്രചാരണം. പാടത്ത് പണിയെടുക്കുന്നവനും കശുവണ്ടി ഫാക്ടറിയിൽ പണിയെടുക്കുന്നവനും കയർ തൊഴിലാളിക്കും മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്കും പാവപ്പെട്ടവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തണം. അത് അവർക്ക് ആഗ്രഹമുണ്ട്. ആ ജീവിത നിലവാരത്തെ ഉയർത്താൻ വേണ്ടി നരേന്ദ്രമോദി രാജ്യവ്യാപകമായിട്ട് 300-ലധികം പദ്ധതികൾ നൽകിയിട്ടുണ്ട്. ഈ പദ്ധതികൾ അവരുടെ കൂടി സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കണമെന്ന് അവർ ഉള്ളിൽ വിചാരിക്കുന്നു. പ്രത്യക്ഷമായിട്ട് അവർ വന്നില്ലെങ്കിലും രഹസ്യമായിട്ടുള്ള പിന്തുണയും സംസാരങ്ങളും എല്ലാം തന്നെ പ്രാദേശിക തലത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രവർത്തകന്മാരുമായിട്ട് അവർ പറയുന്നുണ്ട്. ജില്ലയുടെ തെക്കുവടക്കൻ തീരദേശ മേഖലകളിലെത്തിയ ശോഭാ സുരേന്ദ്രൻ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു തന്നെയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ഞാൻ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത് നിതാന്തമായിട്ടുള്ള സമരം വേണം. വിജയിച്ച് ഞാൻ പോയാലും നിതാന്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ ഈ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജിയുമായി ചർച്ച ചെയ്ത് ക്യാബിനറ്റ് മിനിസ്റ്ററുമായി ചർച്ച ചെയ്ത് കടലോര പ്രദേശത്തെ ജീവിക്കുന്ന സഹോദരന്മാരിലേക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ എത്തിക്കാനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, അത് വാങ്ങിക്കൊണ്ടുവരാൻ അവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് വാക്കുകൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടലോര സന്ദർശനത്തിന് ശേഷം മുന്നോട്ട് പോകുന്നത്. ചേർത്തലയിലെയും മാരാരിക്കുളത്തെയും കയർതൊഴിലാളികളെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകി. വളരെ വൈകി അവസാനിക്കുന്ന റോഡ് ഷോകളിലും പ്രചാരണ പരിപാടികളിലും നിറയുന്ന ജനസാന്നിധ്യം മാത്രം മതി ആലപ്പുഴയുടെ ഇത്തവണത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ. ജനം, ആലപ്പുഴ. രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അക്രമ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള വാർത്തകൾ സജീവമായി ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. നമുക്കറിയാം, രാജ്യത്ത് തന്നെ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊടിമരങ്ങൾ നശിപ്പിക്കുക, തോരണങ്ങൾ നശിപ്പിക്കുക, എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ തടസ്സപ്പെടുത്തുക, ഇതൊക്കെ പൊതുവെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ്. അതായത് പശ്ചിമ ബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ അക്രമ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം, അത് ബംഗാൾ CPM-ന് അധികാരം ഒരു കാലത്തുണ്ടായിരുന്നതാണ്. ഇപ്പോഴും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ത്രിപുരയിൽ ഒരു കാലഘട്ടത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലുമുണ്ട്. അതായത് ഈ 3 സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുൻപ് സ്വാധീനമുണ്ടായിരുന്നതോ അല്ലെങ്കിൽ കേരളം പോലെ ഇപ്പോൾ ഭരിക്കുന്നതോ സംസ്ഥാനം. അതിനാൽ തന്നെ ഈ അക്രമ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ സജീവമായി ലഭിക്കുന്ന 3 സംസ്ഥാനങ്ങൾ അത് കേരളവും ത്രിപുരയും പശ്ചിമ ബംഗാളുമാണ്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ പ്രചരണ പരിപാടികൾക്ക് നേരെ CPIM നടത്തിയിട്ടുള്ള അക്രമം അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ജനം TV-ക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. സംസ്ഥാനത്ത് CPM ഭരണത്തിൽ CPM-കാർക്ക് പോലും രക്ഷയില്ലെന്ന് ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ. ഭരണത്തിന്റെ തണലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് പ്രയോജനമുള്ളത്. CPM മനഃപൂർവ്വം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിന് ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയുമെന്നും കേന്ദ്രമന്ത്രി V. മുരളീധരൻ ജനം TV-യോട് പ്രതികരിച്ചു. NDA സ്ഥാനാർത്ഥി V. മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ തുടരുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. നമുക്കൊപ്പം സ്ഥാനാർത്ഥിയുമുണ്ട്. സ്ഥാനാർത്ഥിയോട് ഈ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലമാണ് ഈ വാഹനയാത്ര കടന്നു പോകുന്നത്. വിവിധ മണ്ഡലങ്ങൾ ഇതിനോടകം തന്നെ പര്യടനം നടത്തി കഴിഞ്ഞു. വലിയ ജനസ്വീകാര്യത ഇവിടങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം ചില സ്ഥലങ്ങളിൽ ചില ഒരു അസ്വസ്ഥത പോലെയുള്ള സംഘർഷങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വാഹന പ്രചരണ ജാഥയിൽ അതിലുണ്ടാകുന്ന ഒരു ജനപിന്തുണ, ആ ജനപിന്തുണയിൽ പ്രകോപിതരായ ഒരു പറ്റം ആളുകൾ ആണ് ഇങ്ങനെ പറയുന്നത് അങ്ങ് പറയുകയും ചെയ്തിരുന്നു. ഇതിൽ എന്താണ് ഇങ്ങനെ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്നലെ നടന്ന സംഭവം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെങ്കിലും അത് പരാജയ ഭീതിയാണ് അവരെ ആ തരത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യവും സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് CPM-ഉമായിട്ട് ബന്ധമുള്ള ചില ആളുകളാണ് ഈ തരത്തിൽ ഇന്നലെ യാത്രയെ അലങ്കോലപ്പെടുത്താനും പ്രകോപനം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പാലിച്ച അങ്ങേയറ്റത്തെ സംയമനം കാരണമാണ് ഇന്നലെ സംഘർഷത്തിലേക്ക് നീങ്ങാതിരുന്നത്.
ഒരു CPM-ന്റെ ഒരു മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ മകനടക്കം ഉൾപ്പെട്ട എന്നാണ് നമുക്ക് പ്രാദേശിക സ്ഥലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു കരുതിക്കൂട്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് വേണം അല്ലേ പറയേണ്ടത്. അതായത് 3 തവണ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുകയും ചെയ്തു പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് ഇന്നലെ തന്നെ. തീർച്ചയായിട്ടും ഇന്നലെ നടന്നിട്ടുള്ള സംഭവം ഒരു പെട്ടെന്നുണ്ടായ വൈകാരികമായിട്ടുള്ളൊരു പ്രകടനമല്ല, പകരം ആസൂത്രിതമായിട്ട് നടന്നതാണ് എന്ന് തന്നെ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയ തോതിലുള്ള ഒരു ജനാഭിപ്രായം, ആ ജനാഭിപ്രായമായിരിക്കാം ഒരുപക്ഷെ CPM-നെ ഇത്തരത്തിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് മാറിയത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അത്തരം പ്രകോപനങ്ങൾക്കൊന്നും അതിലൊന്നും വീഴാതെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് CPM സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളും നടപടികളും അത് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പോലീസ് ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, എന്നാൽ മറ്റ് 2 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്യില്ല. ആ അറസ്റ്റ് ചെയ്യാത്ത കൂട്ടത്തിൽ ഈ പറഞ്ഞ ആ മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ മകനടക്കം ഉണ്ട് താനും. ഇതിലൊരു ഇടപെടൽ എങ്ങനെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? CPM ഭരണത്തിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. CPM ഭരണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും എല്ലായ്പ്പോഴും നീതി കിട്ടാറില്ല. പാർട്ടിയിലെ ഒരു പറ്റം ആളുകൾക്ക്, ഭരണത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് CPM ഭരണത്തിൽ പ്രയോജനമുണ്ടാവുന്നത്. അത് ജോലിയാണെങ്കിലും പോലീസ് കേസാണെങ്കിലും. കാരണം ജോലി കിട്ടുന്നതും മെറിറ്റ് അടിസ്ഥാനത്തിലല്ല, ജോലി കിട്ടുന്നത് CPM-ൻ്റെ നേതൃത്വവുമായിട്ട് അവർക്ക് അവരുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്. അതേ സാഹചര്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രാദേശിക നേതാവിൻ്റെ മകൻ എന്ത് കുഴപ്പം കാണിച്ചു കഴിഞ്ഞാലും പോലീസിൻ്റെ ഒരു നടപടിയും വരില്ല എന്നുള്ള സ്ഥിതി ഉണ്ടാവും. അത് ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പല ഘട്ടങ്ങളായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് അങ്ങയുടെ ആത്മവിശ്വാസം? വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഓരോ ദിവസവും ആ ആത്മവിശ്വാസം ജനപിന്തുണ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ആ ആത്മവിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ ഈ കടലോര മേഖലകളിലെല്ലാം വലിയ ജനപിന്തുണ അങ്ങേക്ക് ലഭിക്കുന്നുണ്ട്. അതായത് സാധാരണ ജനങ്ങൾ, അടിത്തട്ടിലുള്ള സാധാരണ ജനങ്ങളാണ് ഇതിന് അങ്ങേക്കൊപ്പം നിൽക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെല്ലാം ഈ സ്വീകരണ യോഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള സ്വീകരണ യോഗങ്ങളല്ലാതെ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളെല്ലാം ഒരു സ്വീകരണ യോഗങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ഫലപ്രദമായൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഗുണകരമായി മാറുമെന്ന് പ്രതീക്ഷിച്ചൂടെ? തീർച്ചയായിട്ടും. ഇത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ള പിന്തുണയായിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അതുതന്നെയാണ്. ആറ്റിങ്ങലിലെ ജനങ്ങൾ വി മുരളീധരനായി അനുകൂലമായി ജനവിധി എഴുത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അനുജാനവരൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ വാർത്തകളിലേക്ക് വീണ്ടും കിടക്കാം. തലസ്ഥാന നഗരിയിൽ നിന്നുള്ള വാർത്തകളാണ് വീണ്ടും എത്തുന്നത്. BJP-യുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള VV രാജേഷ് ഇന്നിപ്പോൾ ശശി തരൂരിന് പോലീസ് സുരക്ഷയൊരുക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ബാലരാമപുരത്ത് ഉൾപ്പെടെ ശശി തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നു. പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാർ തന്നെ തരൂരിൻ്റെ വാഹനജാഥ തടയുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് തരൂരിന് സുരക്ഷയൊരുക്കാൻ പോലീസ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള VV രാജേഷ് ഇന്നിപ്പോൾ രംഗത്തെത്തിയത്. തലസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനവും തിരിച്ചടികളും തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ സുരക്ഷ ശക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. കോവളം നിയോജക മണ്ഡലം പരിധിയിൽ വരുന്ന ബാലരാമപുരം ആലമുക്കിൽ കഴിഞ്ഞ ദിവസമാണ് UDF പ്രവർത്തകർ തന്നെ ശശി തരൂരിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് ആവശ്യപ്പെട്ടത്.
UDFന്റെ സ്ഥാനാർത്ഥിയോട് UDFന്റെ പ്രവർത്തകർക്ക് തന്നെ വിയോജിപ്പും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് ആദ്യ നാളുകളിൽ തന്നെ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിയതോടുകൂടി അത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോവളം നിയോജക മണ്ഡലത്തിലെ ബാലരാമപുരത്ത് വെച്ച് UDF സ്ഥാനാർത്ഥിക്ക് നേരെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൂക്കി വിളികളും ഷാള് വലിച്ച് മുഖത്തെറിയുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണം, കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്ന് NDA സ്ഥാനാർത്ഥിക്ക് ജനപിന്തുണ ഏറുന്നുവെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് മേഖലയിലടക്കം നിന്ന് വൻ പിന്തുണ ലഭിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. പാറശാലയ്ക്കപ്പുറം ഇന്ത്യ മുന്നണി എന്ന പേരിലാണ് കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ മത്സരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡിൽ തന്നെ രാഹുലും അതോടൊപ്പം തന്നെ സ്റ്റാലിനും സീതാറാം യെച്ചൂരിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കാണാം. പക്ഷേ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ രസകരം എന്നത് ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തരൂർ BJP-യുടെ നിലപാടുള്ള ആളാണ് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആരോപണം. പലസ്തീൻ, ബാബരി മസ്ജിദ് വിഷയങ്ങളിൽ ശശി തരൂരിന്റെ നിലപാടുകൾ ഇതാണ് വ്യക്തമാക്കുന്നത് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആരോപണം. അതുകൊണ്ട് പറയുകയാണ്, നിർണായകമായ ഘട്ടം വന്നാൽ, തൂക്ക് പാർലമെന്റ് വന്നാൽ, ആ തൂക്ക് പാർലമെന്റിൽ എണ്ണം തികയ്ക്കാനായി BJP-ക്ക് MP-മാരെ വേണ്ടി വന്നാൽ, BJP-ക്ക് വേണ്ടി എണ്ണം തികയ്ക്കാനായി അങ്ങോട്ട് കൂറുമാറാത്തവരുണ്ടോ കോൺഗ്രസിൽ? ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ്, വർക്കിംഗ് കമ്മിറ്റി അംഗം അപ്പോഴും നിൽക്കുമോ? ഉറച്ച് കോൺഗ്രസിൽ നിൽക്കുമോ? ആശയപരമായി തന്നെ ആ സ്ഥാനാർത്ഥി, വർക്കിംഗ് കമ്മിറ്റി അംഗമായ ആ സ്ഥാനാർത്ഥി കോൺഗ്രസ് നിലപാടിനോട് പലപ്പോഴും യോജിക്കാത്ത, BJP നിലപാടിനോട് താല്പര്യം കാണിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാം ഞാൻ പറയുന്നില്ല, രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ബാബറി മസ്ജിദിനെ പറ്റി അദ്ദേഹം പറയുകയായിരുന്നു. ബാബറി മസ്ജിദ് എല്ലാ ആദരവോടും കൂടി അടിയോടെ എടുത്ത് വീണ്ടും ആദരപൂർവം മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കേണ്ടതായിരുന്നു. ഈ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെതാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതാണ് പുതിയ കോൺഗ്രസ്. ഈ നിലപാട് ഗാന്ധി നെഹ്റു മൂല്യങ്ങളുടെ നിലപാടല്ല. ശശി തരൂരിനെതിരെ വിമർശനവുമായി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി മറ്റൊരു പാക്കേജ് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളടക്കം നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം നിരീക്ഷണം ശക്തമാക്കാനും 2122 ക്യാമറകൾ സ്ഥാപിക്കാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇനി കാര്യം നടക്കും, ഇനി കാര്യം നടക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായി അണിയറയിൽ തയ്യാറാകുന്നത് ട്രെൻഡിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന പാരഡി ഗാനങ്ങളാണ്. നരൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനത്തിന്റെ പാരഡി അന്തിമ മിനുക്കുപണിയിലാണ്. രാജീവ് വീണ്ടും മോടി വരിക്കും എന്നതു നിശ്ചയമായി. രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ സാരഥിയായി എത്തി. വികസനമില്ല തലസ്ഥാനത്തിന് വികസന സ്വപ്നവുമായി. ദുരിതക്കടലിൽ നിന്നും ജനതയ്ക്ക് ആശ്വാസത്തിരിയായി. മോദിയുടെ ഗ്യാരണ്ടി എണ്ണി പറഞ്ഞുള്ള ഗാനം റെക്കോർഡിംഗ് പൂർത്തിയായി. നമ്മളിപ്പോ ഒരാഴ്ച കൊണ്ട് ഇതിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഗാനം ഇന്നലെ പാഡി സോങ് ഇന്നലെ കഴിഞ്ഞ ആദ്യഘട്ടത്തിലുള്ള അനൗൺസ്മെന്റ് ഇന്നലെ പൂർത്തീകരിച്ചു. 2-3 പാർട്ട് കൂടി ചെയ്യാനുണ്ട്. അത് അതിൻ്റെ പണിപ്പുരലാണ്. ഞാനും എൻ്റെ സൗണ്ട് എഞ്ചിനും ഒരാഴ്ച ഒരു ഉറക്കമില്ലെന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കണം. എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ ആ രീതിയിൽ ഭംഗിയാക്കി ഒരു ഔട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഉടനെ തന്നെ ഇറക്കുന്നതാണ്. ഓസ്കാർ വിന്നിംഗ് ഗാനം RRറിലെ സൂപ്പർ ഹിറ്റ് ഗാനവും
രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അഴിമതിക്കു പേരുകേട്ട പാർട്ടിയെ തുടച്ചു നീക്കി ജനത നല്ല നന്മയുള്ള മോഡി തന്റെ ഭരണമാക്കി. നാടുകട്ടുടൻ മുടിച്ച പാർട്ടിയൊക്കെ തടവിലായി. രാജ്യ നന്മ മാത്രം ഉന്നമിട്ടു നമ്മെ ശക്തരാക്കി. നാലുദിക്കും ഭാരതത്തിൽ ഇന്നൊരൊറ്റ മന്ത്രമായി. എൻ പാട്ട് കേൾക്ക്, എൻ പാട്ട് കേൾക്ക്, എൻ പാട്ട് കേൾക്ക്. മോഡി 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 മോഡിയോടുയർന്നു വന്നു രാജ്യം. നേടി 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 രാജ്യമാകെ വിജയമൊക്കെ നേടി. ഓടി 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 കപട സഖ്യമൊക്കെ ഇന്നു പാളി. പാരഡി ഗാനത്തിന്റെ വരികൾക്ക് പിന്നിൽ അഭിഭാഷകനും അഡീഷണൽ സ്റ്റാൻഡിംഗ് ഗവൺമെന്റ് കൗൺസിൽ പ്രകാശ് ആർസിയാണ്. മുൻപും ഇലക്ഷൻ സംബന്ധമായി പല ഗാനങ്ങളും എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. BJP പ്രചരണത്തിനായി പല ഗാനങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. 2016 മുതൽ ഞാൻ പലതരത്തിലുള്ള പാരഡി ഗാനങ്ങളും അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഗാനങ്ങളും എനിക്ക് BJP സ്ഥാനാർത്ഥികൾക്കായി എഴുതാൻ സാധിച്ചിട്ടുണ്ട്. ഇലക്ഷൻ സംബന്ധിയായി നമ്മുടെ BJP NDA സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കായി ഗാനങ്ങൾ എഴുതാൻ എന്നെ ചുമതലപ്പെടുത്തി. അതിനായി 2 പാരഡി ഗാനങ്ങളാണ് എഴുതാൻ സാധിച്ചിട്ടുള്ളത്. മൂന്നാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായുള്ള അനൗൺസ്മെന്റും അണിയറയിൽ തയ്യാറാണ്. അനന്തപുരിയിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി. വികസന മുരടിപ്പ് നേരിടുന്ന തലസ്ഥാനത്തിന്റെ വികസന കുതിപ്പ് കൊണ്ടുവരാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഉറപ്പാക്കുന്നതാണ് ഗാനങ്ങളും അനൗൺസ്മെന്റും. ചടുലവും ട്രെൻഡിങ്ങുമായ ഗാനത്തോടൊപ്പം മോദിയുടെ ഗ്യാരണ്ടികൾ എണ്ണിപ്പറയുന്ന അനൗൺസ്മെന്റുകളുമാണ് രാജീവ് ചന്ദ്രശേഖറിനായി അടുത്ത ഘട്ടത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നല്ല ഏതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും വ്യാജ വാർത്തകളുടെ ഒഴുക്ക് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സ്ഥാനാർത്ഥികൾക്കെതിരെയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുമൊക്കെ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും അഴിച്ചുവിടാറുണ്ട്. എന്തായാലും അത്തരം നീക്കങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളടക്കം നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഉടനീളം നിരീക്ഷണം ശക്തമാക്കാൻ 2122 ക്യാമറകളും സ്ഥാപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളും നിരന്തരം നിരീക്ഷിക്കും. ഇതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ജില്ലാതലത്തിലും മീഡിയ മോണിറ്ററിംഗ് സെല്ലുകൾ പ്രവർത്തിക്കും. പോലീസും ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തും. വ്യാജ വാർത്തകൾ, പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ വാർത്തകൾ എന്നിവ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കും. പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ദൃശ്യശ്രവ്യ പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അംഗീകാരമില്ലാത്ത പരസ്യം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശമുണ്ട്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ സ്ഥാപിച്ചു. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ജില്ലകളിലും സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകൾ ദൃശ്യങ്ങൾ നിരീക്ഷിക്കും. ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്നതിനുള്ള വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നിവയും തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ ആർഒമാരുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കാം. ജനം, തിരുവനന്തപുരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കുന്നത് സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മാത്രമല്ല, മറിച്ച് ഭാരതത്തിന്റെ പഴയകാല രാഷ്ട്രീയ ചരിത്രം, പ്രത്യേകിച്ച് 1951 ഒന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് 17ാം ലോക്സഭയിലേക്ക് വരെ നടന്ന തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ വന്നിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾ എന്തൊക്കെ ഈ രാജ്യത്ത് ചെയ്തു. പ്രത്യേകിച്ച് 1977 അടിയന്തരാവസ്ഥ, അത് ഈ തെരഞ്ഞെടുപ്പിലും BJP ചർച്ചയാക്കുന്നുണ്ട്. കാരണം BJP ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഘട്ടം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും വിമർശിക്കുന്നത്. എന്നാൽ എന്താണ് അടിയന്തരാവസ്ഥ എന്ന കൃത്യമായ വിവരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് റാലികളിൽ വ്യക്തമാക്കുന്നു. ഇന്ദിരാ ഭരണകൂടം എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യമില്ലായ്മ ചെയ്തത്, രാജ്യത്തെ എങ്ങനെയാണ് കരാളഹസ്തങ്ങളിലേക്ക് തള്ളിവിട്ടത് എന്ന കൃത്യമായ വിവരണം BJP നടത്തുന്നു. ഒപ്പം UPA സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലത്തെ അഴിമതി, വികസന മുരടിപ്പ്, ഇത്തരം വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി 1947 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം
വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനെതിരെ BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആഞ്ഞടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം. ഇന്ദിരാ ആവാസ് യോജനയുടെ കാര്യക്ഷമതയില്ലായ്മയെ പരാമർശിച്ചായിരുന്നു JP നദ്ദയുടെ വാക്കുകൾ. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ 4 കോടി വീടുകളാണ് നിർമ്മിച്ചു നൽകിയതെന്നും എന്നാൽ ഇന്ദിരാ ആവാസ് യോജനയുടെ കീഴിൽ നാമമാത്രമായ വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് എന്നും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞു. वो ब्लॉक डेवलपमेंट ऑफिसर आके मेरे को बोलता था कि नड्डा जी यू हैव बीन ग्रांटेड 2 इंदिरा आवास योजना 2 in one पंचायत, so kindly let me know the names. आप नाम बताओ जिनको हमको इंदिरा आवास योजना देना है. और मैं कहता था भैया तू ही रख ले इसको, 1 अनार 100 बीमार, मैं किसको बांटूंगा, यहाँ तो हमको हर एक को चाहिए. और आज PM मोदी के नेतृत्व में यू विल बी हैप्पी टू नोट दैट टुडे 4 करोड़ प्रधानमंत्री आवास योजना घर बने. 4 करोड़. 10 വർഷത്തിനിടെ നരേന്ദ്രമോദി രാജ്യത്ത് 7 കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കോൺഗ്രസ് മറന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണെന്നും യെദ്യൂരപ്പ കൂട്ടിച്ചേർത്തു. ಲೋಕಸಭಾ ಚುನಾವಣೆ ನಡೀತಾ ಇದೆ ಅನ್ನೋದನ್ನ ಒಂದು ರೀತಿ ಕಾಂಗ್ರೆಸ್ನವರು ಮರ್ತೋಗಿದ್ದಾರೆ ಅನ್ನೋ ಭಾವನೆ ಮೂಡಿದೆ. ರಾಹುಲ್ ಗಾಂಧಿಯವರ ನಾಯಕತ್ವ ಸಂಪೂರ್ಣ ವಿಫಲ ಆಗಿರೋದ್ರಿಂದ ಯಾರೊಬ್ಬರೂ ಸಹ ರಾಹುಲ್ ಗಾಂಧಿ ಹೆಸರನ್ನು ಹೇಳಕ್ಕೆ ಸಿದ್ಧ ಇಲ್ಲ ಅನ್ನುವಂತ ವಿಚಿತ್ರವಾದ ಪರಿಸ್ಥಿತಿ. BJP ഭരണഘടനയെ പരമോന്നതമായാണ് കാണുന്നത് എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കോൺഗ്രസ് എല്ലാതരം ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുകയായിരുന്നു. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. सभी प्रकार की संवैधानिक संस्थाओं को कुचलने की काम कांग्रेस पार्टी ने ही किया है. पिछले 76 सालों में अगर हम इतिहास को समीक्षा करेंगे, कांग्रेस पार्टी प्रमुख गुनहगार है संविधान को तहस नहस करने में. भारतीय जनता पार्टी संविधान को सर्वोपरि मानता है. जब माननीय प्रधानमंत्री नरेंद्र मोदी पहली बार लोकसभा में आए तब उन्होंने कहा था मेरे लिए गीता, बाइबल, कुरान एक ही चीज है, भारत की संविधान. भारतीय जनता पार्टी भारत की प्रजातंत्र और भारत की संविधान के प्रति अपने प्रतिबद्धता रखा है. കോൺഗ്രസിന്റെ ഭരണപരാജയങ്ങളുടെയും ഭരണഘടനാ വിരുദ്ധതയുടെയും ആഘാതത്തിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുകയാണ് BJP ലക്ഷ്യമെന്നും നേതാക്കൾ പറഞ്ഞു. നാഷണൽ ഡെസ്ക് ജനം. ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയുടെ ഉൾപ്പെടെയുള്ള ചരിത്രം കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് BJP ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ നടത്തുന്നത്. ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ മഹാഭാരതം അവസാനിക്കുന്നു. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വാർത്തകളുടെ സമ്പന്നമായ കാലഘട്ടമാണ്. നാളത്തെ ദിവസവും ധാരാളം വാർത്തകൾ നിറഞ്ഞതാണ്. നാളത്തെ ഏറ്റവും വലിയ സവിശേഷത ദേശീയ രാഷ്ട്രീയത്തിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കശ്മീരിലേക്ക് പോവുകയാണ്. അവിടെ ഉദ്ധംപൂറിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാൻ പോകുന്നു. ജമ്മു കശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3ാമത്തെ ഫേസിലാണ്. മെയ് മാസം 7-ാം തീയതിയാണ് കശ്മീരിലെ 5 ലോക്സഭാ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത്. വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിനായി എത്തും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നാളെ ജമ്മു കശ്മീരിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് നാളത്തെ ദിവസത്തിൽ വാർത്തകളെ സമ്പന്നമാക്കുന്ന, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. നാളെ മഹാഭാരതത്തിൽ വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ, ശുഭരാത്രി.